തെസ്സലോനിക്കർ 3-ാം അധ്യായം 3, 4, 5 ഒക്കെ വായിച്ച് നമ്മൾ നിർത്തി. 5-ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കും. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഒട്ടും ഇത് നിമിത്തം എനിക്ക് സഹിച്ചുകൂടാഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ അടുത്തോട്ട് ആളയച്ചു. മേലോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ തിമോത്തിയോസാണ് ഞാൻ യോഗ്യനായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ അയക്കുന്നത്. കാര്യം അവനെ അയച്ചു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ പകരം നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ, ബലപ്പെടുവാൻ. 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ കഴിഞ്ഞ ആഴ്ച. വളരെ കഷ്ടതയെക്കൂടി കടന്നു പോകാൻ നിങ്ങൾ മറന്നു പോകല്ലേ. നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്തല്ലോ. കഷ്ടങ്ങൾ വരും, കഷ്ടങ്ങൾ സഹിക്കുവാൻ നിങ്ങളെ നിയമിക്കപ്പെട്ടിരിക്കുന്നു. യു ആർ അപ്പോയിൻറ്റഡ് ടു സഫർ ഫോർ ഹിസ് നെയിം, ഫോർ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ കഷ്ടം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മാറിക്കും. സഹിക്കുവാൻ നമുക്കിഷ്ടമല്ല. നിന്നാന്ന് കേട്ടാൽ മാനിക്കപ്പെടുവാൻ നമുക്കിഷ്ടം. എല്ലാവരും എന്നെ പുകഴ്ത്തണം, ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഭയങ്കരനാകണം, ഭയങ്കരിയാകണം, എല്ലാവരേക്കാൾ ഔട്ട്കം ചെയ്യണം, അവരെയൊക്കെ തോപ്പിക്കണം. അങ്ങനെയുള്ളൊരു ലോകമനുഷ്യരുടെ മനസ്ഥിതിയിലാണോ ഇന്ന് ദൈവമക്കൾ? അതോ ലോകമനുഷ്യരെ നോക്കി നമ്മൾ റോൾ മോഡലായിട്ട് എടുക്കല്ലേ? നമുക്ക് റോൾ മോഡലായിട്ട് എടുക്കാനുള്ള ഒരു കർത്താവാണ് ആത്മനാഥനാ യേശു കർത്താവ്. താൻ തൻ്റെ ഉള്ള മഹിമയും സുഖവും സർവാധികാരവും ഒക്കെ വിട്ട് താനിറങ്ങി മനുഷ്യനായി, ദാസനായി, ഇത്രത്തോളം നിന്ന് സഹിച്ച്, വേദന സഹിച്ച്, എന്തിനാണ്? നമ്മളെയൊക്കെ ഒന്ന് രക്ഷിക്കുവാൻ. അപ്പം ആ ഒരു താഴ്മയും യേശുവിൻ്റെ അതേ ഭാവവും എന്നിൽ വന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്നെ പണിയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്, പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ലോകത്തിനോട് കാണുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം, ഞാൻ എല്ലാത്തിനും അങ്ങ് ഫസ്റ്റ് ആകണം, അല്ലെങ്കിൽ ഹല്ലേലൂയ മുൻപന്തിയിലാകണം എന്ന് ലോകമനുഷ്യരെ പോലെ ആഗ്രഹിക്കാതെ വളരെ കഷ്ടതയെക്കൂട് തെസ്സലോനിക്ക സഭ കടന്നു പോകുമ്പോൾ യു ആർ അപ്പോയിൻറ്റഡ് ടു സഫർ ഫോർ ഹിസ് നെയിം. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്ന കഷ്ടതയല്ല, അറിഞ്ഞുകൊണ്ട് നമ്മൾ ദേഹോപദ്രവം ചെയ്ത് വേദന ഉണ്ടാക്കുകയല്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം അനുവദിക്കുന്ന വേദനകൾ, കഷ്ടതകൾ, അതിൻ്റെ വരും ദിവസങ്ങൾ അതിനെ ജയിക്കുവാനുള്ളൊരു ട്രെയിനിങ്ങാണ് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? രോഗം വരുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുവാൻ, പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുവാൻ, അവിടെയൊക്കെ കർത്താവിലുള്ള ആശ്രയം കൂടുവാണ്. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ആ 7 ഇരട്ടി തീക്കകത്ത്, സാധാരണ തീക്കകത്താണേലും ഇത്രയും സന്തോഷം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അവർ തുള്ളിച്ചാടി ആനന്ദിക്കുവാൻ കാരണവും കർത്താവ് ഇറങ്ങി വരുവാനൊക്കെ കാരണം ആ കഷ്ടതയ്ക്ക് 7 ഇരട്ടി ചൂട് കൂടുതലുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി ദൈവം അനുവദിച്ച് അവർ കടന്നു പോയപ്പോഴല്ലേ അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന യേശുവിനെ അവർക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാനിടയായി തീർന്നു. ബൈബിൾ നമ്മളെല്ലായിടത്തും പഴയ നിയമവും പുതിയ നിയമവും ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ അവരെ കാരാഗ്രഹത്തിൽ ഇട്ടപ്പോഴല്ലേ ദൈവം ചങ്ങലയൊക്കെ പൊട്ടിച്ച് ദൂതന്മാരെ അയച്ച് കർത്താവ് വിടുതൽ തരുന്ന അവർക്ക് അപ്പോസ്തലന്മാർക്ക്. ഓരോ അനുഭവങ്ങളും നമുക്കൊരു ബലമാണ്, ഇല്ലേ? ഓരോ അനുഭവങ്ങളും നമുക്ക് കർത്താവിന് വേണ്ടി കർത്താവിൽ ആശ്രയിക്കുവാനും, സാത്താൻ എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് ഉള്ളൊരു ഉറപ്പ്. അല്ലെങ്കിൽ ഇപ്പോഴും ദൈവമക്കൾക്ക് പേടിയാണ്. കൂടോത്രം എന്ന് കേട്ടാൽ പേടിയാണ്, മന്ത്രവാദം എന്ന് കേട്ടാൽ പേടിയാണ്, മണി അടിക്കുന്ന, പൂജാമണി അടിക്കുന്ന ശബ്ദം അടുത്ത വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ദോഷങ്ങളൊക്കെ അകറ്റാൻ എന്ത് ചെയ്യും? ഇങ്ങനെ മണികളൊക്കെ അടിച്ചോ ഓരോരുത്തരെയൊക്കെ വിളിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അത് കേൾക്കുന്നുണ്ട് പേടി. അയ്യോ ആ പിശാചെല്ലാം കൂടി ഇങ്ങോട്ട് ഓടി. ഞാൻ പറഞ്ഞില്ലേ, പേടിച്ച് ജീവിക്കുന്ന ജാതികളെപ്പോലെ പലപ്പോഴും ആത്മാവിൽ ക്ഷീണമാകുമ്പോൾ ഈ നാളിൽ ദൈവമക്കളുമായി തീരുമ്പോൾ വീടിൻ്റെ ദോഷം, നാടിൻ്റെ ദോഷം, ആ ദോഷം, ഈ ദോഷം, അങ്ങനെ ഞാൻ ചെയ്തോണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ്. ബി ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അല്ല, നമ്മുടെ ഒരു ഉറപ്പതാണ്. ഞാൻ പരിശുദ്ധാത്മാ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇനി വരുന്ന എന്ത് വിഷയവും അത് ഹൂ ഇസ് റെസ്പോൺസിബിൾ? കർത്താവാണ്. കർത്താവ് അനുവദിക്കുന്ന കാര്യങ്ങൾ കൂടെ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ ഉള്ള വളരെ ശക്തമായ കഷ്ടതയെ കൂടി തെസ്സലോനിക്ക സഭ കടന്നു പോയപ്പോൾ ഇവിടെ കണ്ടു, യു ആർ അപ്പോയിൻറ്റഡ്. മറന്നു പോകല്ലേ, നിങ്ങൾ അതിനു വേണ്ടിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിനൊക്കെ വായിച്ചു, ഹയർലിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹയേർഡ് ഷെപ്പേർഡ്,
കൂലിക്കാർ. എസ്കേൽ പ്രവചന പുസ്തകത്തിൽ പഴയ നിയമത്തിലും എഴുതിയിട്ടുണ്ട്, പുതിയ നിയമത്തിൽ യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്. അവൻ വെറും കൂലിക്കാരനാണ്. ആടുകളെ പറ്റി ഒരു വിചാരമില്ല. അപ്പം അനേക ശുശ്രൂഷകൾ ഈ നാളുകൾ നന്മ മാത്രമല്ല, ആടുകളിൽ നിന്നുള്ള നന്മ മാത്രം, പണം മാത്രം ആഗ്രഹിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉയർച്ചകൾ ശുശ്രൂഷ അല്ലെങ്കിൽ സ്ഥാനത്തിലൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ വെറും ഒരു ജോലിക്കാരനെ പോലെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ തിമോത്തിയോസ് അങ്ങനെയുള്ളവനല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അയക്കുന്നു. വളരെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു എസെൻഷ്യൽ, ഞങ്ങൾ വളരെ കഷ്ടതയിൽ കൂടി കടന്നു. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ, ടീം വർക്കിൻ്റെ മധ്യത്തിൽ ഞങ്ങളുടെ ഏറ്റവും ശക്തനായി നിൽക്കുന്ന ദൈവദാസനെയാണ് ഞങ്ങൾ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ, ഞങ്ങൾക്കും വലിയ പ്രശ്നമാണ് തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുന്നത്, എങ്കിലും ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് 6-ാമത്തെ വാക്യം വായിച്ചാൽ, ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും നിങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ അവിടെ ചെന്ന് ഒന്ന് അവരുടെ വിശേഷം ഒന്ന് തിരക്കുവാൻ, വിശേഷം തിരക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അനേകരാ സത്യത്തിൽ നിന്നൊക്കെ മാറിപ്പോവും. കഷ്ടത വരുമ്പോൾ പിശാച് എപ്പോഴും ചെയ്യുന്നവർ ഇപ്പോഴും നീ തീരുമാനം പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. കഷ്ടത വരുമ്പോൾ ആദ്യം പിശാച് ചെവി വന്ന് ചോദിക്കുന്നത് എന്തുവാ? ഇപ്പോഴും നീ ആ തീരുമാനം പിടിച്ചുകൊണ്ടിരിക്കുവാണ്. പണ്ടെടുത്ത ദൈവസന്ധിയിലെടുത്ത തീരുമാനം. ഐ യു സ്റ്റിൽ ഹോൾഡിങ് ഓൺ ടു യുവർ ഇൻറ്റഗ്രിറ്റി എന്നാണ് യോബിൻ്റെ ഭാര്യ യോബിനോട് ചോദിച്ചത്. ഇപ്പോഴും നീ ആ സത്യവും പിടിച്ചുകൊണ്ട് നിൽക്കുവാണോ? ആ സത്യമൊക്കെ തള്ളിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബുദ്ധിയിലങ്ങ് ചിന്തിക്കുക, എന്തോ ചെയ്യേണ്ടത്. അല്ലെ, യോബിൻ്റെ ഭാര്യയെ കൊണ്ടൊക്കെ അത് പറയിപ്പിച്ചത് ആരാ? തൻ്റെ ക്ഷീണത്തിൽ, ആത്മാവിലുള്ള ക്ഷീണത്തിൽ പിശാച് പറയിപ്പിച്ചത് നമുക്കറിയാമല്ലോ. ആ ഒരു ആലോചന വല്ലാത്ത ആലോചനയല്ല ആയിപ്പോയില്ലേ? നീ ആ സത്യവും വിട്ടിട്ട് നീ പോയി ചാകാനാണ് പറഞ്ഞത്. തൻ്റെ വിഷമത്തിൽ താൻ പറഞ്ഞു പോയതാ. പക്ഷെങ്കിൽ ഒട്ടും കർത്താവിൽ ആശ്രയിക്കുവാൻ കഴിയാതെ ഐ യു സ്റ്റിൽ ഹോൾഡിങ് ഓൺ ടു യുവർ ഇൻറ്റഗ്രിറ്റി, അല്ലെങ്കിൽ ആ സത്യം നീ മുറുകെ പിടിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ തൊട്ട് വളരുവാൻ ആഗ്രഹിക്കുന്ന ഏരിയകൾ നമുക്കറിയാം. വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അതുപോലെ തന്നെ യേശുവിനെ പറ്റി പറയുമ്പോൾ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് അല്ല, കർത്താവ് എന്തുവാ? കൃപയിലും സത്യത്തിലും. അവിടെ അങ്ങനെ അല്ലല്ലേ, സത്യത്തിൽ വർദ്ധിച്ചു വരുന്ന സമയത്ത് 5:1 വായിച്ചേ. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് യെസ്, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന്. സാത്താൻ നിങ്ങളെ ടെംപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പരീക്ഷിച്ചു. ആ പരീക്ഷയിൽ നിങ്ങൾ വീണുപോയോ? ഞാൻ പറഞ്ഞേ, സത്യത്തിൽ നിന്ന് മാറ്റിക്കളയുക, കൃപയിലും സത്യത്തിലും നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം യേശു കർത്താവ് എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ വസിച്ചത്? ലോകത്തിലായിരുന്നപ്പോൾ കൃപയിലും സത്യത്തിലും നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ഈ സത്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാൻ സാത്താൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പരീക്ഷകൻ ഈ കഷ്ടതയുടെ മധ്യത്തിലാണ് ഓരോരുത്തരും വീഴ്ത്തിക്കളയുന്നത്. കഷ്ടതയുടെ മധ്യത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ, യേശുവിൻ്റെ പരീക്ഷയുടെ ഭാഗമൊക്കെ വായിച്ചപ്പോൾ, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ആത്മാവ് അവനെ എങ്ങോട്ട് കൂടെ കടത്തിവിട്ടുന്ന എന്തിനാണ്? ടു ബി ടെംപ്റ്റഡ് ബൈ ദ ടെംപ്റ്റർ. പരിശുദ്ധാത്മാവാണ് യേശുവാണല്ലോ നമ്മുടെ റോൾ മോഡൽ. നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ എല്ലാ കാര്യങ്ങളും, ശുശ്രൂഷയും പ്രാർത്ഥനയും എല്ലാം ആരെ നോക്കിക്കൊണ്ട? യേശുവിനെ നോക്കിക്കൊണ്ട. യേശുവിനെ അനുകരിക്കുന്ന അപ്പോസ്തലന്മാരാണ്. അതാണ് നമ്മുടെ അല്ലെങ്കിൽ മോഡൽസായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശുവിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവല്ല, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ യേശുവിനെ, യേശു ദൈവപുത്രനാ എങ്കിൽ പോലും നമുക്കൊരു മാതൃകയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ സ്നാനപ്പെട്ടത്. നമുക്കൊരു മാതൃകയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ ശുശ്രൂഷകളൊക്കെ നമ്മളെ കാണിച്ചു തന്നത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ടു ബി ടെംപ്റ്റഡ് ബൈ ദ ടെംപ്റ്റർ. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ മരുഭൂമിയുടെ അനുഭവസ്ഥയിൽ, അല്ലെങ്കിൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഒറ്റയ്ക്കാണ്. സഭയൊന്നും ഇല്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് ഞാനായിരിക്കുമ്പോൾ പരീക്ഷകനെ എൻ്റെ അടുത്ത് അയക്കും പരീക്ഷിക്കുവാൻ. ടു ടെംപ്റ്റ് മീ. പരീക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ടെസ്റ്റിങ്ങിനും ടെംപ്റ്റേഷനും രണ്ടിനും മലയാളം ബൈബിൾ പരീക്ഷ എന്ന് എഴുതി, രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. ചിലർക്കൊക്കെ അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായമൊക്കെ എടുത്തിട്ട് ഒരു വാക്യം 9-ാമത്തെ വാക്യത്തിലോട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർ പറയും ദൈവം ആരെയും പരീക്ഷിക്കത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന ടെംപ്റ്റ്. അതുകൊണ്ട് ആർക്കും കഷ്ടത വരത്തില്ല എന്നൊക്കെ ആ വാക്യം എടുത്തു വെച്ച് തെറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പരിശുദ്ധാത്മാവാണ് ഒരാളെ മരുഭൂമി, അല്ലെങ്കിൽ യേശുവിനെ തന്നെ ആദ്യം, അത് കഴിഞ്ഞ് പൗലോസിനെ ഒക്കെ അങ്ങനെ തന്നെ നടത്തിയത്. അപ്പോൾ പരീക്ഷകനാൽ അല്ലെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കും. എന്നിട്ട് കർത്താവ് നോക്കിയിരിക്കും. ആ പരീക്ഷയിൽ നമ്മൾ ജയിക്കുന്നു.
ആ ജയിക്കുവാൻ ആവശ്യമായ കൃപ തരും. നമ്മൾ സത്യത്തിന് അവിടെയൊക്കെ നമ്മുടെ ആ ടെംപ്റ്റേഷനിൽ അറിയുന്നത് നമ്മൾ അപ്പോഴും സത്യത്തിന് വേണ്ടി നിൽക്കുന്നു. അത് ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി, ഒരു ചെറിയ ഗെയിനു വേണ്ടി, ഒന്ന് ഈ ഒരു പരീക്ഷ കടന്നു പോകുവാൻ, ഒരു ചെറിയ ഇതിനു വേണ്ടി നമ്മൾ ഇപ്പോഴൊക്കെ പിള്ളേർ പരീക്ഷയിലൊക്കെ AI ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആൻസർ കിട്ടി അങ്ങ് പരീക്ഷ ജയിച്ച് പോകുന്ന പോലെ. അവരൊന്നും ശരിക്കും ആ വിഷയം പഠിക്കുന്നില്ല. അവർ ജസ്റ്റ് ആ പരീക്ഷ ഒന്ന് കടന്നു പോകുന്നേ ഉള്ളൂ. ശരിക്കും ആ സബ്ജക്റ്റ് പിന്നെ ആവശ്യം വരുന്ന സമയത്ത്, അവരുടെ ജോലി സമയത്ത് ആവശ്യം വരുന്ന സമയത്ത് ദേ ആർ ഇഗ്നറൻ്റ് ഓഫ് ഇറ്റ്. അവർക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിയിലൊരു തീരുമാനമെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ സത്യത്തിൽ നിന്നൊന്ന് മാറി നമ്മൾ ജയിച്ചു പോകുവാണോ, അതോ സത്യത്തിന് വേണ്ടി ആ സമയത്തും മുറുകെ പിടിച്ച് നിൽക്കുന്നോ എന്ന് കർത്താവ് നമ്മളെ ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചപ്പോൾ അതിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്, ഈ പരീക്ഷ എല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിൽ നിന്ന് ഗലീലയിലേക്ക് നടത്തി. മത്തായി സുവിശേഷത്തിലും എഴുതിയിട്ടുണ്ട്, മർക്കോസിലും എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. പരീക്ഷ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് തന്നെ യേശുവിനെ തിരിച്ച് ഗലീലയിലേക്ക് നടത്തി. ഇപ്പം നീ ജയിച്ചു, ഇനി നീ എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യണം. നമ്മളെല്ലാം ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ. ശുശ്രൂഷ പ്രാപിക്കണമെങ്കിൽ ഇപ്പോൾ ഈ നാളുകൾ അങ്ങനെയല്ല, പവർ കോൺഫറൻസ്, ഈ നാളുകളല്ല 10-30 വർഷമായി ഈ പവർ കോൺഫറൻസ് ഒക്കെ നമ്മൾ കേൾക്കുന്നത്. അവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തുവാ, നിങ്ങളുടെ മേൽ അങ്ങ് പവർ തരുവേം ശുശ്രൂഷ തരുവേം. ഇത് ഈ കമ്പനിയിൽ ജോലി തരുന്ന പോലല്ല. ശുശ്രൂഷ പ്രാപിക്കണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നടത്തി പല അനുഭവങ്ങൾ കൂടി കടത്തിവിടും. അവിടെയൊക്കെ പരീക്ഷകൻ നമ്മളെ പരീക്ഷിക്കും. അവിടെയൊക്കെ ജയം പ്രാപിക്കണം. ഓരോ ആഴ്ച മുൻപോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവം എത്ര പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ, പ്രലോഭനങ്ങളും പരീക്ഷകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു സാത്താനെ കൊണ്ട് ചെയ്യുവാൻ. അതിലെത്ര എണ്ണത്തിന് ജയം പ്രാപിക്കുവാൻ കഴിഞ്ഞു. അത് ഞാൻ എൻ്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. അപ്പോൾ അവിടെ എല്ലാം നിങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, നിങ്ങൾ പെറുപെറുക്കുന്നു, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നു, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ നിങ്ങൾ തോറ്റു. പരീക്ഷയിൽ എന്ത് ചെയ്തു? ദൈവം എന്തോ ആഗ്രഹിക്കുന്നത്? ശാന്തമായിട്ട് നിന്നുകൊണ്ട്. യേശുവാണ് നമ്മുടെ റോൾ മോഡൽ. വചനം ഉപയോഗിച്ചുകൊണ്ട് ആത്മാവിൽ സാത്താൻ അത് പറഞ്ഞു വരുമ്പോഴേ ലോകത്തിൻ്റെ കാര്യത്തിനൊക്കെ വാദിക്കുവാൻ, അഡ്വക്കേറ്റ്സിനെ പോലെ വാദിക്കുവാൻ നമ്മളൊക്കെ എത്ര മിടുക്കരാണെന്നറിയാം. ആത്മീയ കാര്യം വരുമ്പോഴോ നമ്മളങ്ങ് എക്സ്ക്യൂസസ് പറയോ, എൻ്റെ സാഹചര്യമാണ്, ക്ഷീണമാണ്, അല്ല എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മൾ ഇതൊന്നും കർത്താവിന് കേൾക്കണ്ട. നമ്മുടെ എല്ലാ ക്ഷീണങ്ങളും മാറ്റുവാൻ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും മാറ്റുവാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഞരമ്പുകളെ നിയന്ത്രിക്കുന്ന കർത്താവിന് കഴിയത്തില്ലേ? അത് കഴിയത്തില്ല എന്ന് വിശ്വസിക്കുവാണെങ്കിൽ നമ്മൾ മേലിൽ ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കല്ലേ. പ്രൈസ് ലോർഡ്. കർത്താവിനോട് നാണം കേട. മിനിമം സ്റ്റാൻഡേർഡ്സ് കർത്താവിൻ്റെ പൈതലാണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എത്രത്തോളം ആശ്രയിക്കുവാൻ പറ്റുന്നു എന്ന് അറിയത്തില്ല. ഒന്നുമില്ലെങ്കിലും വിശ്വസിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? പിന്നെ അത് പ്രവൃത്തിയായിട്ട് വരുന്നതില്ലേ. എൻ്റെ കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല. അത് രോഗമാണെങ്കിലും ക്ഷീണമാണെങ്കിലും അതേത് പ്രശ്നമാണെങ്കിലും അത് എത്ര പേര് എത്ര ക്രുക്കഡായിട്ട് എൻ്റെ എതിരെ പ്രവർത്തിച്ചാലും പരീക്ഷകൻ പരീക്ഷിക്കുക. അവിടെ ഒക്കെ എനിക്കൊരു പ്രമാണമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ തെസ്സലോനിക്ക സഭ അവരുടെ കഷ്ടതയിൽ അവർ നിരാശപ്പെട്ടു പോകാതെ, അവരുടെ കഷ്ടതയിൽ അവർ വീണുപോയോ എന്ന് വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് തിമോത്തിയോസ് പറഞ്ഞത്, അയ്യോ നിങ്ങളുടെ വിശ്വാസത്തെ, അതല്ല 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട വലിയ സന്തോഷം. കാരണം എന്തുവാ? ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഹൗവേ ഉപായത്താൽ ചതിച്ച പോലെ, ഫ്രം ദ സിംപ്ലിസിറ്റി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിമിത്തം, അല്ലെ അതിൽ നിന്ന് നിങ്ങളെ ലോകത്തിലേക്ക് ഇറക്കി കളഞ്ഞോ? ഈ കഷ്ടത വന്നപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോയോ? ഞാൻ പറഞ്ഞല്ലോ, 2 രീതിയിലാണ് സാത്താൻ പലപ്പോഴും ദൈവമക്കളെ പരീക്ഷിക്കുന്നു. ഒന്നീ ഭയങ്കര കഷ്ടത തരും, ഭയങ്കര ശാരീരിക പ്രശ്നങ്ങളായിരിക്കും, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, കുടുംബത്തിൽ മക്കൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഭയങ്കര പ്രശ്നങ്ങൾ തന്ന് നമ്മളെ അങ്ങ് തളർത്തിക്കളയും. അടുത്തൊരു സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. പല ദൈവമക്കൾ അവിടെ വീണ് പോകുന്നത്. കഷ്ടത വരുമ്പോൾ അവർ പിടിച്ചു നിൽക്കും. ആവശ്യത്തിലും അധികം ലോകത്തിൻ്റെ നന്മ തന്ന് അബൻഡൻസ് എന്തുവാ? ദൈവത്തിൻ്റെ അബൻഡൻസ് അല്ല, സാത്താൻ തന്നെ. കാര്യം യേശുവിനോട് പറഞ്ഞല്ലേ, ഈ കാണുന്ന മുഴുവനും മഹത്വം, എവ്രി ഗ്ലോറി, എല്ലാ മഹത്വവും ഞാൻ നിനക്ക് തരാമെന്ന്. യേശു നിൻ്റെ കയ്യിലല്ലല്ലോ എന്നൊന്നും പറഞ്ഞില്ല. കാര്യം അത് ആരുടെ കയ്യിലാണ്? ഇപ്പം ലോകത്തിൻ്റെ പ്രഭു സാത്താൻ്റെ അധികാരത്തിലാണ്.
അപ്പം ലോകത്തിൻ്റെ നന്മ ആവശ്യത്തിലും അധികം തന്ന് ഈ പറയുന്ന കഷ്ടത എന്തുവാണെന്നോ, ഈ പറയുന്ന അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കുക, ശുശ്രൂഷ, അതൊന്നും പറ്റാതെ, അതൊന്നും മനസ്സില്ലാതെ, അല്ലെങ്കിൽ ആ ഒരു ലോകത്തിലായിരിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് നമുക്കൊന്ന് ഇറങ്ങി യേശുവിൻ്റെ ഭാവമാകുവാൻ കഴിയാതെ, താഴുവാൻ കഴിയാതെ, കൂട്ടു സഹോദരൻ്റെ ഒരു വിഷമത്തിൽ ഒരാളെ വിടുവിക്കുവാൻ, ഒരാൾക്ക് വേണ്ടി ഇറങ്ങി ചെല്ലുവാൻ, എന്ത് വിലയും കൊടുത്ത് അവർക്ക് വേണ്ടി ഇറങ്ങി ചെല്ലുവാൻ കഴിയാതെ ഒത്തിരി പേരാണ് പല കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത്. ഒത്തിരി പേരാണ് കൺഫ്യൂഷനിലായി. കഴിഞ്ഞ ആഴ്ച എത്ര പേരെ വിളിച്ചു, നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചില്ല, വളരെ കഷ്ടതയിലായിരിക്കുന്നു. എത്ര ആൾക്കാരാണ് എനിക്കിതിൽ നിന്നൊന്ന് ഈ പാപ സ്വഭാവത്തിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്ന്. അപ്പോൾ അവരുടെ വേദന നമ്മൾ ഏറ്റെടുത്താലേ, ഈ അഭിനയിക്കുന്നവരൊക്കെ പറയും ആ ക്യാരക്ടർ എന്ത് ചെയ്യണം, ആ നമ്മളിലാകണം എന്ന് പറയുന്ന പോലെ, എന്നാലേ അതിനൊരു ഒറിജിനൽ ഔട്ട്പുട്ട് നന്നാകത്തുള്ളൂ എന്ന് പറയുന്ന പോലെ വേറൊരാളുടെ വേദന അത് നമ്മൾ അതിൽ കൂടി കടന്നു പോകുമ്പോൾ എങ്ങനെയാണെന്ന് ചിന്തിച്ച് ആ വേദനയിലൊരു ഭാഗമായി തീരുവാനൊക്കെ കഴിയുന്നു. അതുകൊണ്ട് സാത്താൻ, ഞാൻ പറഞ്ഞല്ലോ, 2 എക്സ്ട്രീംസുമാണ്. കഷ്ടതയിൽ നമ്മളെ അങ്ങ് പുകച്ച് കളയുവാൻ ശ്രമിക്കും. ഈ ലോകത്തിൻ്റെ ഒത്തിരി നന്മകളും വിഷയങ്ങളും തന്ന് നമ്മളെ അതിലങ്ങ് സുഖിപ്പിച്ച് പിന്നെ അതിൽ നിന്ന് താഴുവാൻ കഴിയാത്ത രീതിയിൽ ശ്രമിക്കും. പക്ഷേ ഇവരെ പറ്റി ഓർത്തിട്ട് വലിയ സന്തോഷം. 7ാമത്തെ വാക്യത്തിൽ ആ സന്തോഷത്തെപ്പറ്റി വീണ്ടും പറയുക. യെസ്, സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും ഞങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. ഞങ്ങൾക്ക് ഇവിടെ വലിയ കഷ്ടതയാണ് ശുശ്രൂഷയിൽ, പക്ഷേ ഞങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളെ ഓർത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? വലിയ ആശ്വാസം പ്രാപിച്ചു. വലിയ സന്തോഷമാണ്. ദൈവദാസന്മാർ തെസ്സലോനിക്കയിൽ താമസിച്ചപ്പോഴും വില കൊടുത്ത് പ്രവർത്തിച്ചു. അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ലേഖനങ്ങളൊക്കെ അവർക്ക് എഴുതി അയച്ചു. തിമോത്തിയോസ്, ഞാൻ പറഞ്ഞല്ലോ, നാളുകളെടുക്കും അവിടെ തിമോത്തിയോസിനെ ഒന്ന് അയച്ചാൽ അവിടെ പോയിട്ട് തിരിച്ച് റിപ്പോർട്ടുമായിട്ട് വരാൻ. മാസങ്ങളല്ല, ചിലപ്പോൾ ഒരു വർഷം അല്ല അതിൻ്റെ മേളിലോട്ടൊക്കെ എടുക്കും. അത് കഴിഞ്ഞ് തിരിച്ച് ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇവിടെ പറയുന്ന വലിയ സന്തോഷം, നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ബലത്തോട് നിൽക്കുന്നു എന്ന് ഓർത്തിട്ട് വലിയ സന്തോഷം. ഇവിടെ ആ സന്തോഷത്തെപ്പറ്റി 8ാമത്തെ വാക്യം വായിച്ചോ. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് വീണ്ടും ജീവിക്കും. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വേദനയൊക്കെ മാറി. പൗലോസും ശീലാസും തിമോത്തിയോസും മറ്റുള്ള ദൈവദാസന്മാരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചത്. തിമോത്തിയോസ് ഒരു പ്രധാന ദൈവദാസനാണ്. പോയപ്പോൾ ഇവിടെ ലോഡ് കൂടി. ഇവരെ ദേശത്ത്, ഒരു പുതിയ ദേശത്ത് പ്രവർത്തിക്കുക. അപ്പോൾ ആ പോരാട്ടത്തിൽ, ആ യുദ്ധത്തിൽ അവരുടെ ലോഡ് എന്ത് ചെയ്തു? കൂടി. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് വലിയ സന്തോഷം, ഞങ്ങളുടെ വേദന എല്ലാം മാറി, ഞങ്ങൾ ജീവിച്ചു. വില കൊടുത്തവർക്കല്ലേ ആ സന്തോഷം വരുന്നത്. ഏറ്റവും കൂടുതൽ വില കൊടുത്തത് ആരാ നമുക്ക് വേണ്ടി? യേശു കർത്താവ് ഈ വിലയെല്ലാം കൊടുത്തിട്ട് കർത്താവ് നോക്കുക അതിൻ്റെ പ്രയോജനമുണ്ടോ, നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് കർത്താവിന് ഒരാശ്വാസമായി തീരണം. നമ്മുടെ ജീവിതം കർത്താവിന് ഒരു ആശ്വാസമായി തീരണം. നമ്മൾ ഈ വിശ്വാസത്തിലും സത്യത്തിലും ഈ പ്രമാണത്തിലും എല്ലാം നമ്മൾ നല്ലപോലെ നിൽക്കുന്നവരാണെങ്കിൽ ഒട്ടും കുലുങ്ങിപ്പോകാതെ, പരീക്ഷകൻ പരീക്ഷിക്കാൻ വരുമ്പോൾ അവിടെ ജയിക്കണം. അല്ലല്ലേ, അടുത്ത പ്രലോഭനമായിട്ട് വരുമ്പോൾ അവിടെ എല്ലാ ലോകസ്നേഹത്തെയും ദ്രവ്യാഗ്രഹത്തെയും നമ്മുടെ ജഡ സ്വഭാവത്തെയും ലോകമോഹത്തെയും സ്തോത്രം പാരമ്പര്യ സ്വഭാവത്തെയും എല്ലാം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒത്തിരി ഏരിയകളുണ്ടല്ലോ. നമ്മുടെ ഡയലോഗ്സ് ആയിരിക്കും, നമ്മുടെ ചിന്തകളായിരിക്കും, പ്രവൃത്തികളായിരിക്കും, നമ്മുടെ ദുരാഗ്രഹങ്ങളായിരിക്കും, അത്യാഗ്രഹം, എല്ലാ ഏരിയയിലും ജയം വരുമ്പോൾ ജീവൻ കൊടുത്തത് ആരാ? അത് കഴിഞ്ഞാൽ പിന്നെ വില കൊടുക്കുന്ന ആരാ? ഇതുപോലെ തന്നെ സമയവും ജീവിതവും എല്ലാം കൊടുത്ത് നിൽക്കുക ഇവിടെ ദൈവദാസന്മാർ. ആ ദൈവദാസന്മാർക്കും വലിയൊരു സന്തോഷം. അവർ വേറെ ഒന്നും, പൗലോസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, അതെല്ലാം വിട്ടിട്ട് ഇപ്പോൾ പൗലോസിന് ഒരൊറ്റ സന്തോഷമേ ഉള്ളൂ, ഓരോ ദേശത്തെ ദൈവമക്കൾ കർത്താവിന് വേണ്ടി ശരിക്കും നിൽക്കുന്നു. അപ്പോൾ 7, 8 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ വലിയ സന്തോഷം. നിങ്ങളുടെ സന്തോഷം ഓർത്ത് 7, 8 ഒന്നുകൂടെ വായിച്ചു. ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും. അപ്പോൾ ദൈവദാസന്മാരും എന്തിൽ കൂടെ കടന്നു പോകുന്നത്? പ്രവർത്തനത്തിൻ്റെ അകത്ത്, ശരിക്കുള്ള പ്രവർത്തനത്തിൻ്റെ അകത്ത് ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും ഞങ്ങൾക്ക് സന്തോഷം വരുന്നത് എന്തുവാ? നിങ്ങളുടെ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ്
ഞങ്ങൾ വീണ്ടും ജീവിക്കും. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി നിലനിന്നില്ലെങ്കിൽ, ഒരു സഭ ദേശത്ത് അവർ വന്നപ്പോൾ തൊട്ടോ ദൈവം അവരോട് ഇടപെട്ടതനുസരിച്ചുള്ള ആ ആദ്യ വിശ്വാസത്തിൽ നിന്ന് അവർ നിലനിൽക്കാതെ മാറിപ്പോയാൽ എത്ര വിഷമമുള്ള കാര്യമില്ലേ? ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ നിർജീവ അവസ്ഥകളൊക്കെ മാറിപ്പോയി, ക്ഷീണങ്ങൾ സങ്കടങ്ങളൊക്കെ മാറിപ്പോയി, ഞങ്ങൾ ജീവിക്കുന്നു. കോടികൾ കിട്ടിയോണ്ടല്ല, ദൈവമക്കൾ നിലനിൽക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമക്കളെ കൊച്ചിയിലെ അല്ലെങ്കിൽ ഈ ചെറിയ കൂട്ടത്തിലെ ഓരോ ദൈവമക്കളും വിശ്വാസത്തിൽ നിലനിൽക്കണം, സത്യത്തിൽ നിലനിൽക്കണം, പ്രമാണത്തിൽ നിലനിൽക്കണം. നിലനിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഭയങ്കര പ്രതികൂലമായ വേവ്സ് അടിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പോലും പുറമോട്ട് പോകാതെ ആ വിളി അനുസരിച്ച് ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് പോകണം. യെസ്, 9 വായിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തോ ഒരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. പിന്നെയും ഇത് വെറുതെ പറയുമല്ല, ചിലർ വെറുതെ അങ്ങ് പുകഴ്ത്തും, നിങ്ങളെപ്പറ്റി ഓർത്തതേ ഉള്ളൂ, അതൊന്നുമല്ല. ഞങ്ങൾ എത്ര നിങ്ങളുടെ വിശ്വാസത്തിലും പ്രത്യാശയിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ നിറവിലും ഒക്കെയുള്ള ആ സന്തോഷം, ആ സ്പിരിച്വൽ അല്ലെങ്കിൽ ഗ്രോത്ത്, ആ നിറവ് കണ്ടിട്ട് ഞങ്ങൾ എത്ര കർത്താവിന് സ്തോത്രം ചെയ്താൽ പോരാ. അവരുടെ വിഷമം, നമ്മുടെയൊക്കെ വിഷമങ്ങൾ എന്തുവാ? ഒത്തിരി ലോകത്തിൻ്റെ വിഷയങ്ങളായിരിക്കും. പരിശുദ്ധാത്മാവുള്ള ഈ ദൈവദാസൻ പറയുമ്പോൾ എൻ്റെ വിഷമം നിങ്ങളൊന്ന് വളരുവാൻ, നിങ്ങളുടെ വളർച്ച കണ്ടിട്ട്, നിങ്ങളുടെ ആത്മാവിലുള്ള നിറവ് കണ്ടിട്ട്, നിങ്ങളുടെ ആത്മീയ വളർച്ച കണ്ടിട്ട് ഞാൻ കർത്താവിനെ എത്ര സ്തോത്രം ചെയ്താൽ, പ്രൈസ് ദി ലോർഡ്. അപ്പം there are a lot of reasons to praise the Lord, ഇല്ലേ? കർത്താവിനെ സ്തുതിക്കുവാൻ ഒരു നന്മ കിട്ടുമ്പോൾ മാത്രമല്ല ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ച ഒരു വിഷയം കർത്താവ് നമ്മളെ അനുവദിക്കുമ്പോൾ മാത്രമല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. കാര്യം അത് മാത്രമേ നമുക്ക് ഭാരമുള്ളൂ. ശരിക്കും ഈ കൊച്ചി പട്ടണത്തിൽ എത്ര സഭകളുണ്ട്, നമുക്കറിയാവുന്ന എത്ര ദൈവമക്കളുണ്ട്, നമ്മളോടൊക്കെ ആരാഴ്ച കൊണ്ടുവന്നവർ എത്ര ക്ഷീണത്തിലായിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ എത്രത്തോളം പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇവിടെ ദൈവദാസൻ പറയുമ്പോൾ എത്ര ഞാൻ ദൈവത്തെ സ്തുതിച്ചാലും അത് പോരാ. 10ാമത്തെ വാക്യം, ഇത് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. വെറുതെ പറയുവാണോ? അല്ല, നമ്മൾ ഒത്തിരി പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരണമില്ലേ? ഈ ഭാരമൊക്കെ നമുക്ക് വചനം കേൾക്കുമ്പോഴുണ്ട്, പക്ഷേ പിന്നെ ജീവിതം അങ്ങോട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ മാത്രമായി പോവാ ഭാരം. ദൈവദാസൻ പറയുക, ഐ പ്രേ ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും. കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അതോടൊന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എൻ്റെ ബുദ്ധിക്ക് വേണ്ടി, എൻ്റെ ശക്തിക്ക് വേണ്ടി, എൻ്റെ പഠിത്തത്തിന് വേണ്ടി, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കാതെ എന്ത് ചെയ്യണം? പേരൻസ് എന്ത് ചെയ്യണം? നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ എല്ലാവരുടെയും പേരൻസിന് നമ്മൾ അതുപോലെ പ്രാർത്ഥിക്കാൻ, നമ്മളെ പഠിപ്പിക്കാൻ കഴിഞ്ഞോ എന്ന് നമുക്കറിയത്തില്ല. അവർ ചിലപ്പം പറഞ്ഞു തന്ന ലോകത്തിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്ന് പകൽക്കാലം പറയുന്നു, പകൽ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഓരോരുത്തരും ക്രിസ്തുവിൽ നിലനിൽക്കണം. കർത്താവിന് അത് മാത്രമേ ഉള്ളൂ വിഷയം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്കും എന്തു മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ വിഷയം. ബാക്കിയൊക്കെ ലോകത്തിലായിരിക്കുമ്പോൾ ശരിയാണ്, നമ്മൾ ജയിക്കണം, തോൽവിയെ തീരാനൊന്നും അല്ല പറയുന്നത്. അവിടെയൊക്കെ കർത്താവ് തരുന്ന ജ്ഞാനവും ശക്തിയും കൃപയും അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ യേശുവിനത് വിഷയമേ അല്ലാത്തത് കൊണ്ട്, യേശുവിന് വിഷയമുള്ള ഒരു കാര്യമാണ് ഇവിടെ പരിശുദ്ധാത്മാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഓരോ വ്യക്തിയും കർത്താവിൽ നിലനിൽക്കാൻ വേണ്ടി പകൽ പ്രാർത്ഥിക്കണം. ഇത് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് പ്രാഗൽഭ്യത്തോടുകൂടി അങ്ങനെ ഹല്ലേലൂയ പറയുവാൻ യോഗ്യനായതുകൊണ്ടാണ് തൻ്റെ ലേഖനത്തിൽ ആ ഭാഗം ഇവിടെ വ്യക്തമായിട്ട് ബൈബിളിനകത്ത് മെൻഷൻ ചെയ്ത് നമുക്കൊരു പ്രമാണമായിട്ട്. ബൈബിളിനകത്ത് ചിലർ പറയും ഇത് ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പറയും തെസ്സലോനിക്ക സഭയ്ക്കുള്ളതിനോ. ഇത് ബൈബിളിനകത്ത് വെച്ചിരിക്കുന്ന എന്തിനാണ്? ഇത് എനിക്കുള്ളതാണ്. ഞാൻ അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ ന്യായവിധൂസത്തിൽ ഈ വാക്യപ്രകാരം എന്നോട് ദൈവം ചോദിക്കും. എത്രത്തോളം എനിക്കും നിങ്ങൾക്കും ഒക്കെ എത്രത്തോളം നമുക്ക് രാപകൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഇടയ്ക്കൊന്ന് മുട്ടുമടക്കുമ്പോൾ കർത്താവെ വിശ്വാസികളെല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണേ, ഗോഡ് ബ്ലെസ്. എളുപ്പമുണ്ടല്ലോ. എന്തോ നമ്മൾ ഈ അനുഗ്രഹം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കും. ഒരാൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ അവരുടെ ഓരോ വിഷയങ്ങൾ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നുണ്ട്. കൂടുതൽ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ഓർത്ത് ദൈവമക്കളെ നമ്മുടെ സഭയിലുള്ളവർ മാത്രമല്ല, അവിടും സെൽഫിഷായി പോവല്ലേ. കർത്താവിന് അങ്ങനെയൊന്നും വിഷയമല്ല.
നമ്മൾ ഇവിടെ ഒന്നിച്ച് സൗകര്യത്തോടു കൂടി ഒരു സ്ഥലത്ത് കൂടുന്നു, ഹോള് നിറഞ്ഞാൽ പിന്നെ ഇതിൽ കൂടുതൽ കൂടാൻ ഒന്നി കർത്താവ് വേറെ ഹോള് തരണം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഓരോ വിശ്വാസികൾ കർത്താവ് അടുത്ത സ്ഥലത്തേക്ക് അയക്കും. അതല്ലേ മാർഗ്ഗം. അല്ല, നമുക്കറിയാവുന്ന ഒത്തിരി പേര് ഈ പട്ടണത്തിലുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൂടെ ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൻ ഇടയായിത്തീർന്നത്. ഇടയ്ക്കൊക്കെ അവരെ ഒന്ന് വിളിക്കുവാനും, വിളിച്ചാലല്ലേ അവരുടെ വിശേഷങ്ങൾ അറിയത്തുള്ളൂ. അപ്പോൾ അവർ പറയുന്ന ഓരോ വിഷയങ്ങൾ അവരെ എൻകറേജ് ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ. എല്ലാവരും പ്രാർത്ഥന വിഷയങ്ങൾ പലപ്പോഴും ഭൗമിക വിഷയങ്ങളാണ് പറയുന്നത് നമ്മളോടും. പക്ഷെ നമ്മൾ അവരുടെ ആത്മീയ വിഷയം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം, നിങ്ങളുടെ വിളി അനുസരിച്ച് പണിയപ്പെടണം. നിങ്ങളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ദൈവം അയച്ചാലും അവിടെ നല്ലൊരു സുവിശേഷകനായിട്ട്, ഒരു സുവിശേഷകിയായിട്ട് അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനും, അനേകരെ കർത്താവിൻ്റെ വചനത്തിൽ എന്നെ കർത്താവ് പണിതെടുത്ത പോലെ ഞാൻ അനേകരെ കർത്താവിന് വേണ്ടി, അതാണ് ശിഷ്യത്വം ഇല്ലേ? ഡിസൈപ്പിൾ ചെയ്യേണ്ട ജോലി അതാണ്. എന്നെ കർത്താവ് പഠിപ്പിച്ചതുപോലെ, എന്നെ കർത്താവ് പണിതതുപോലെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ നല്ല കാഴ്ചപ്പാടനുസരിച്ച് അനേകരെ അങ്ങനെ തന്നെ പണിതെടുക്കുവാൻ, അപ്പോഴാണ് നമ്മളൊരു ശിഷ്യനായി തീരുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഹല്ലേലൂയ ആ ശിഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോഴാണ് കർത്താവിൻ്റെ മണവാട്ടിയായിട്ടൊക്കെ തീരുവാൻ കഴിയുന്നത്. അപ്പോൾ എത്രത്തോളം ആ ഒരു സബ്മിഷൻ, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന പറയാൻ ജോലി ഭാരമുണ്ട്, ലെറ്റ്സ് കീപ്പ് ഇറ്റ് അസൈഡ്. അത് എന്നാണ് ഈ ഭാരം ഇല്ലാത്തത്? പഠിക്കുന്ന കാലത്ത് പിള്ളേർ പറയും, ഈ കുഞ്ഞു പിള്ളേരോട് ചോദിച്ചാൽ അവർക്കും ഉണ്ട് പഠിത്തത്തിൻ്റെ ഭാരങ്ങൾ. വലിയ പിള്ളേരോട് പിന്നെ ചോദിക്കുകയോ വേണ്ടല്ലോ. അപ്പോൾ ഓരോ പ്രായത്തിൽ പലവിധ ഭാരങ്ങളുണ്ട്. കല്യാണം കഴിക്കാത്തവർക്ക് ആ ഭാരമില്ല, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബ ഭാരമുണ്ട് ഇല്ലേ? ആ പ്രായമാകുമ്പോൾ ശാരീരിക ക്ഷീണത്തിൻ്റെ ഭാരങ്ങളുണ്ട്. അപ്പോൾ ഭാരമില്ലാത്ത ഈ ഭാരം കഴിഞ്ഞിട്ട് കർത്താവിനെ സേവിക്കാനോ ബലപ്പെടുവാനോ കഴിയും? ഒരിക്കലുമില്ല. നമുക്കൊന്ന് ഞാനിതെല്ലാം ഒന്ന് കഴിഞ്ഞ്, നമ്മൾ പലപ്പോഴും ഈ ആഴ്ച ഇപ്പോൾ സമയമില്ല, അടുത്ത ആഴ്ചയായിട്ട് ഒന്ന് ശാന്തമായിട്ട് വേണം. സാത്താനായിസി നമുക്ക് ഈ ശാന്തതയും തരത്തില്ല, ഈ ഭാരമൊഴിഞ്ഞ സമയവും കാണത്തില്ല. പരീക്ഷകൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളെ പരീക്ഷിക്കാൻ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളൊരു പ്രാക്ടീസ് ആകണം. എന്തുവാ? ഇച്ചിരി ഉറക്കമൊക്കെ ജോലി സമയത്താണെങ്കിലും ഞാനത് ചെയ്യുന്ന കാര്യം കേട്ടോ, ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം. വണ്ടി ഓടിക്കുമ്പോഴും ജോലി സമയത്തും പോകുമ്പോഴും ഒക്കെ, ഭവനത്തിലിരിക്കുമ്പോഴും മുറിയിൽ പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ, ഇനി മുറിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ പോലും ചില സമയത്ത് ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ഇച്ചിരി ഉറക്കം ഒന്ന് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയിൽ അന്യഭാഷയിലൊക്കെ ഒന്ന് പറയാം. കൃപാ സ്തോത്രം. അതിനൊന്നും ഒരു നാണോ ഇല്ലെന്നേ. കേൾക്കുന്നവർക്കല്ലേ നാണം, നമുക്ക് എന്നാ? അവർ കേൾക്കുന്നവർ നാണിച്ചോട്ടെ. അവർക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അയ്യെന്ന് പറഞ്ഞാൽ അവർ അയ്യെന്ന് പറഞ്ഞോട്ടെ. എനിക്കൊരു ലജ്ജയും ഇല്ല എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ. കർത്താവ് പബ്ലിക് ഹൈവേയുടെ റോഡ് സൈഡിലല്ലേ എനിക്ക് വേണ്ടി നഗ്നനായിട്ട് കിടന്നത്. അതല്ലേ കർത്താവിൻ്റെ മേശ തെളിയിക്കുന്നത്. ഹൈവേയുടെ റോഡ് സൈഡിൽ ഇരുന്നൊന്നും നിങ്ങൾക്ക് യേശു ഏതൊന്നും പറയുവാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. ഒന്നുമില്ലെങ്കിലും ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് കണ്ടുമുട്ടുന്നവരുടെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി നമ്മളായിരിക്കുമ്പോൾ പല കാര്യങ്ങളാണ്. സാത്താന് ഒരു കാര്യവുമായിട്ട് നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് പ്രവേശിക്കുവാൻ കഴിയത്തുമില്ല. നമ്മൾ ജയിച്ച് നിൽക്കുവാൻ, ബലത്തോട് നിൽക്കുവാൻ കൃപ പകരുന്നത് നമുക്കറിയാം. കർത്താവ് ബലം തരുന്നതും കൃപ തരുന്നതും അറിയാം. ഇവിടെ എപ്പായിരുന്നു വായിച്ചു? നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴിതെറ്റി തരുമാറാകട്ടെ. ഞങ്ങൾ പോകുന്നത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ അനുസരിച്ചാണ്. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ വന്ന് കാണാൻ. ആ തുടക്കം തൊട്ട് പറഞ്ഞു. പല രീതിയിൽ സാത്താനെ തടസ്സം ചെയ്യുന്നുണ്ട്, അതും അവിടെ എഴുതിയിട്ടുണ്ട്. സാത്താനാണ് പലവട്ടവും അത് തടസ്സം ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്, അതേ അവസാനം ഫൈനലി നടക്കത്തുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ദൈവം ഞങ്ങൾക്ക് നിങ്ങളെ വന്ന് കാണുവാൻ ആഗ്രഹമുണ്ട്. കർത്താവ് അത് നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവിടെയൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. ഒന്ന്, ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഈ ചിലരൊക്കെ പറയുമ്പോഴല്ലോ പിടിച്ചു വെച്ച് പഴയ നിയമമല്ല, പഴയ നിയമ ഭക്തരല്ല, പരിച്ഛേദനയുടെ യാഗത്തിൻ്റെ കാലഘട്ടത്തിലല്ല നമ്മൾ. നമ്മുടെ പ്രമാണം എന്തുവാ? ആരാധന പ്രമാണവും പ്രാർത്ഥനയുടെ പ്രമാണവും പുതിയ നിയമം മാത്രമാണ്. പഴയ നിയമം വെച്ചിരിക്കുന്നത് കഴിഞ്ഞ നാളുകൾ പഴയ നിയമ കാലഘട്ടത്തിൽ മോശയുടെ പ്രമാണത്തിൽ എങ്ങനെ ഇസ്രായേലിനോട് ഇടപെട്ടതെന്ന് കാണുവാൻ മാത്രമാണ്. അതൊരു നേരിലായിട്ട് മാത്രം നിൽക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ്. അതുകൊണ്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുവാനൊന്നും ഉടനെ ആൾക്കാർ പറയും രൂത്ത് അല്ലെങ്കിൽ ദേശം. ഇത് ഒരു ദേശവും ഹോൾസെയിലായിട്ടൊന്നും വിടുതൽ പ്രാപിക്കാൻ പോകുന്നില്ല. അത് യേശു ഇനി ഭരിക്കുവാൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു നീതിയുള്ളൊരു ഭരണമൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു ദേശവും നന്നാകാൻ പോകുന്നില്ല, ഒരു സഭയും അല്ലെങ്കിൽ അങ്ങനെ മുഴുവൻ ഓരോ ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം അസ് ഇല്ലേ? നമ്മളിൽ ആ വിശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വന്ന് വിശുദ്ധിയുള്ള കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ ഒരു മാതൃകയോടുകൂടി പട്ടത്തിൽ നിന്ന് നമ്മളെ കണ്ട് അനേകരെ എൻകറേജ് ചെയ്ത് ഓരോരുത്തരെ ശിഷ്യരാക്കി കർത്താവിനെ സന്നിധിയിൽ പണിത് വരുന്ന ഒരു മെഗാ പ്രോഗ്രാം ഒന്നുമല്ല.
കർത്താവ് അങ്ങനെയാണോ ചെയ്തത്? കർത്താവിൻ്റെ ശുശ്രൂഷ നമുക്ക് കാണുമ്പോൾ അറിയാം, എല്ലാവർക്കും അവസരം ദൈവം കൊടുക്കും. പക്ഷെ പണിതെടുക്കുന്ന അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി യോഗ്യരായി തീരുന്ന ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ എന്നും കാണത്തുള്ളൂ എന്ന് മനസ്സിലായിക്കൊണ്ട്, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. ഇവിടെ എഴുതിയിരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കവിയുന്നത് പോലെ നിങ്ങൾക്കും എന്ത് ചെയ്യണം? ഞങ്ങളോടും തമ്മിലും ഈ ബ്രദർലി ലവ് അതിൽ വർദ്ധിച്ചു വരണം. ഈ സ്നേഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുവാ? സെൽഫിഷ്നെസ്. ഈ സഹോദരങ്ങളെ, സഹോദരങ്ങളോട് ഒത്തിരി അങ്ങ് സ്നേഹിക്കാൻ പറ്റാത്തത് കാരണം യേശുവിനെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സ്നേഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ശരിക്കും യേശുവിനെ സ്നേഹിക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് യേശുവിനെ സ്നേഹിക്കും. അപ്പോഴാണ് പിന്നെ എനിക്ക് സഹോദരങ്ങളെയും ദേശത്തെ പ്രവർത്തനയൊക്കെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. അപ്പം സ്നേഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്വാർത്ഥത, സെൽഫിഷ്നെസ്. ഈ സ്വാർത്ഥതയാണ് എൻ്റെ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് യേശുവിനെ സ്നേഹിക്കുവാൻ സമയം? അത് ആഗ്രഹമൊക്കെ ഉണ്ട്, മനസ്സൊക്കെ ഉണ്ട്. കർത്താവെ സ്നേഹിക്കാൻ സഹായിക്കണേ. ആമേൻ. എൻ്റെ മനസ്സിനെയും കൂടി ഞാൻ തന്നെ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് അതിനുവേണ്ടി ഒരുക്കണ്ടേ? അപ്പോൾ ഈ സ്വാർത്ഥത, സെൽഫിഷ്നെസ് ഉള്ളിടത്തോളം കാലം യേശുവിനെയും സ്നേഹിക്കുവാൻ കഴിയത്തില്ല. ഈ ബ്രദർലി ലവ് അല്ലെങ്കിൽ സഹോദര സ്നേഹത്തിലും വർദ്ധിച്ചു വരുവാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഞങ്ങളെയും, നിങ്ങൾ അന്യോന്യം. അത് പറഞ്ഞാണ് ഈ 3-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. തെസ്സലോനിക്ക സഭയോട് പറയുക, ഗ്രോ ഇൻ ബ്രദർലി ലവ്. ഈ സെൽഫിഷ്നെസ് പോകുമ്പോൾ, ഈ ലോകസ്നേഹം പോകുമ്പോൾ മാത്രമേ ദൈവമക്കളെ സഹോദര സ്നേഹം വർദ്ധിക്കത്തുള്ളൂ. നമ്മുടെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്നേഹം ആദ്യം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ കാര്യം. മനുഷ്യൻ അങ്ങനെ ജഡത്തിൽ വി ആർ മെയ്ഡ് ലൈക്ക് ദാറ്റ്. ആദ്യം എൻ്റെ കാര്യം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ എന്തുവാ? കുടുംബത്തിൻ്റെ കാര്യം. നമ്മളങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും അങ്ങനെ മനുഷ്യൻ അങ്ങനെ ദൈവം മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയോണ്ട് ആ സെൽഫിഷ്നെസ് നമ്മളിലുണ്ട്. നമ്മളത് പരിജ്ഞാനം കൊണ്ട് അത് കവർ ചെയ്യുന്നതാണ്. നമ്മളങ്ങനെ ഇല്ല എന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. ആദ്യം എൻ്റെ കാര്യം, പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, ഭാര്യ ഭർത്താവ്, അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞേ ഉള്ളൂ സഹോദരങ്ങളും അപ്പനും അമ്മയും പോലും ആയി പോവുക. അങ്ങനെ നമ്മൾ മനുഷ്യൻ, ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് പോകുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ നിയമത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവിക നിയമം പറയുക, സഹോദര സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം, കർത്താവിനോടുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം, സഹോദര സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അവസാനത്തെ വാക്യം. അപ്പം ഇങ്ങനാണെങ്കിൽ മാത്രമേ നിങ്ങൾ ബ്ലെയിംലെസ് ആയി തീരത്തുള്ളൂ. സഹോദര സ്നേഹത്തിൽ കുറഞ്ഞാൽ അത് ന്യായവിധൂസത്തിൽ നിങ്ങൾക്കെതിരെ ഒരു കുറ്റമായിട്ട് അന്ന് അവിടെ പറയും, കുറ്റമില്ലാത്തവരായി തീരത്തില്ല. ആരാണ് കർത്താവിൻ്റെ മണവാട്ടിയായി തീരുന്നത്? ദോസ് ഹു ആർ ബ്ലെയിംലെസ്, കുറ്റമില്ലാത്തവർ. അപ്പം ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ പറയുക സഹോദര സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് ആ 13-ാമത്തെ വാക്യൻ്റെ കണ്ടിന്യൂവേഷൻ ഇങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ സഹോദര സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നാൽ മാത്രം വായിച്ചു നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അന്യരായി വെളിപ്പെടും വണ്ണം നമ്മുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. May the Lord establish you. ഈ പരീക്ഷയിലും കഷ്ടതയിലും ഒന്നും ക്ഷീണിച്ചു പോകാതെ ഒന്ന് നിങ്ങളെ കർത്താവ് സ്ഥിരപ്പെടുത്തട്ടെ. രണ്ടാമത് നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ വായിച്ചല്ലോ, ഈ സഹോദര സ്നേഹത്തിലും മേൽ പറയുന്ന കാര്യത്തിലും ഒക്കെ നിങ്ങൾക്കൊരു വർധനവും മാറ്റവും ഉണ്ടായാൽ, വിശ്വാസത്തിലും സത്യത്തിനു വേണ്ടിയൊക്കെ നിൽക്കുന്ന ഒരു തികവിൻ്റെ അനുഭവം ഉണ്ടായാൽ, കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മളിന്ന് പാടിയില്ലേ. ഇപ്പം എത്ര പേർക്ക് ഈ പഴയ മലയാളം പഴയ ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഞാനും ഒത്തിരി നാൾ കഴിഞ്ഞാണ് ഈ വേളി എന്ന് പറഞ്ഞാൽ വിവാഹമാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാനും പണ്ടോട്ട് ഈ കൊച്ചിലെ തൊട്ട് ഈ പാട്ടിങ്ങനെ സഭയിലൊക്കെ പാടുവാൻ. അപ്പം കർത്താവുമായിട്ടുള്ള ആ വിവാഹ സമയം, നിങ്ങളതിൻ്റെ ഓരോ സ്റ്റാൻസ നിങ്ങൾ ഈ ശ്രദ്ധിച്ചില്ലേ എന്ന് വിചാരിച്ച ചില സ്റ്റാൻസുകൾ ഒന്നുകൂടെ എടുത്ത് ഞാനൊന്ന് പാടിയത്. പക്ഷെ പാടിയപ്പോഴൊന്നും നിങ്ങളുടെ മുഖത്തൊന്നും വലിയ സന്തോഷമൊന്നും കണ്ടില്ല. കാര്യം മനസ്സിലാകാഞ്ഞുകൊണ്ടാണോ അതോ ആ മധ്യാകാശത്തിൽ നടക്കുന്ന ആ വിവാഹം, ഓരോ വിവാഹത്തിനൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ ആദ്യമേ നേരത്തെ ചോദിക്കും ഡിഷ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കും. പിന്നെ രാവിലെ വന്ന് വിളമ്പി വരുമ്പോൾ നമുക്കറിയാമല്ലോ ബിരിയാണിയാണോ ഊണാണെന്ന് പറയുമ്പോഴേ ആൾക്കാരുടെ ഇതങ്ങ് പോകും. എങ്കിലും ഇതൊന്ന് കഴിഞ്ഞിട്ട്, അപ്പോൾ ആ സമയത്ത് ദൈവദാസന്മാർ പലപ്പോഴും ഈ വിവാഹം എന്തിനെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ദേവദാസന്മാർ പ്രസംഗിക്കാറുണ്ട്. ആര് കേൾക്കുന്നു ആ സമയത്ത്? അതിൻ്റെ ഇടയ്ക്ക് വിശ്വാസികളല്ലാത്തവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടെ ഉള്ളൊരു ബഹളത്തിൻ്റെ ഇടയ്ക്ക് കേറ്ററിംഗുകാർ അപ്പുറത്ത് കിടന്നപ്പോഴേ പാത്രത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കും. ഇതൊന്ന് തീർന്നിട്ട് വേണം അവർക്ക് കേക്ക് മുറിക്കാൻ, ഇവർക്ക് ഫോട്ടോ എടുക്കാൻ, നമുക്ക് കഴിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓർക്കത്തില്ല. പക്ഷേ ഹല്ലേലൂയ പാട്ടുകളൊക്കെ പാടിയപ്പോൾ നിങ്ങൾ ഓർത്തോ? നിങ്ങളൊന്ന് ധ്യാനിച്ചോ ആ ഒരു നിമിഷം? അന്ന് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നടക്കത്തുള്ളൂ.
കണ്ണ് നിമിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് ഒരു കുറ്റവും ഇല്ലാത്തവരായി ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ആ കർത്താവിനോടുള്ള സ്നേഹം, സഹോദര സ്നേഹം, ദേശത്തെ പ്രവർത്തനം. സഹോദരം സ്നേഹം എന്ന് പറയുമ്പോൾ ഈ ഒരു സഭ അങ്ങനെ മാത്രമല്ല, ദൈവമക്കളോടെല്ലാം ഉള്ള സ്നേഹം, ഓരോരുത്തർ ദൈവസന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരോടുള്ള സ്നേഹം, ഓരോ ആവശ്യത്തിലുള്ളവരെ ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും സ്നാനപ്പെട്ട് കഴിഞ്ഞ് അവരോട് മാത്രം സ്നേഹിച്ചാൽ മതി. അല്ല, ഓരോരുത്തരെ കർത്താവ് കണ്ടിട്ടുള്ളവരാ, നമുക്കറിയാം ആത്മാവിൽ. അവരെ സ്നേഹിച്ച് അവരെ നിർത്തുമ്പോഴാണ് അവർ നമ്മുടെ സഹോദരങ്ങളായി തീരുന്നത്. അവരെ പണിതെടുക്കുന്ന സ്റ്റേജസും ഉണ്ടല്ലോ. ഒരാളെ ദൈവം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുമ്പോൾ അവരെയും നമ്മൾ സ്നേഹിച്ച് പണിതെടുക്കുവാൻ അവിടെയൊക്കെ ഒത്തിരി സാക്രിഫൈസ് ഉണ്ട് ദൈവമക്കളെ. നമ്മുടെ സമയമൊക്കെ മാറ്റി വെക്കണം, നമ്മുടെ പല കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രയോറിറ്റീസൊക്കെ മാറ്റി വെക്കണം. അതിനൊക്കെ ഒരു മനസ്സ് കർത്താവ് തരട്ടെ. കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. യേശു മാറ്റി വെച്ചത് തൻ്റെ എല്ലാം. താൻ ഇവിടെ വന്നത് സ്വർഗത്തിലുള്ള ഒന്നുമില്ല. നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതോ നമ്മുടെ ഇതൊന്നും മാറ്റി വെക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. സ്തോത്രം. എന്ത് വ്യത്യാസമുണ്ട് നമ്മളും യേശുവുമായിട്ട്. നമുക്ക് കർത്താവിൻ്റെ മണം അങ്ങനെ ഒരാൾക്ക് ഇപ്പം ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് യേശുവിൻ്റെ മണവാട്ടിയെ തീരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് രൂപത്തിലാണെങ്കിൽ എന്നും അടിയായിരിക്കത്തില്ല. അങ്ങനെ യേശു അങ്ങനെ ഒരു മണവാട്ടിയെ സെലക്ട് ചെയ്യത്തില്ലല്ലോ. കാഹളം ഊതുമ്പോൾ അറിയാം. അതുകൊണ്ട് ഈ കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടുക എന്ന് പറയുന്നത് സ്നാനപ്പെട്ടാൽ മാത്രമല്ല, അഭിഷേകം പ്രാപിച്ചാൽ മാത്രമല്ല, ഈ ചേഞ്ചസ് ഒക്കെയാണ്. ഹല്ലേലൂയ. ഒത്തിരി ഞാൻ പറഞ്ഞു, യേശു തൻ്റെതെല്ലാം വെടിഞ്ഞിട്ടാണ് താന്നിറങ്ങി ഒരു ദാസനായിട്ട് വന്നത്. ഒത്തിരി സേവയാണ്, ഹല്ലേലൂയ, ഒത്തിരി ശുശ്രൂഷയാണ്. ഒരു ദാസനായിട്ട് ഇറങ്ങി വന്നത്. ആ ഒരു ഭാവം എന്നിൽ വരുവാൻ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ട. കർത്താവേ, നമ്മൾ ഞാൻ പറയട്ടെ, ഇന്ന് ദൈവമക്കളുടെ ഒരു ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ നാട്ടിലൊരു രക്ഷയില്ല. ഇപ്പോൾ ഇന്നലെ ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ വീടുകളെല്ലാം അടഞ്ഞു കിടക്കുക, ആരുടെയും വസ്തുക്കൾ ആർക്കും വേണ്ട. ഞങ്ങളുടെ ഒരു വസ്തുവൊക്കെ റോഡ് സൈഡ് ഹൈവേയുടെ സൈഡിലാണ് കൊടുക്കായിട്ടിട്ടുണ്ട്. വീട് ആർക്കും വേണ്ട, ആരും വിളിക്കുന്ന പോലും ഇല്ല. കാര്യം ആ ദേശത്ത് ആരും ഇല്ല. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ അല്ലേ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന അടുത്തൊരു വീടൊക്കെ വാങ്ങിക്കണം. ആർക്കും വേണ്ട. നാട്ടിലൊന്നും എറണാകുളത്തേ ഉള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. എല്ലാവരും എവിടെയെങ്കിലും മഞ്ഞുള്ള ദേശത്തേക്ക് അങ്ങ് പോകുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ നാളുകളെ ദൈവമക്കളുടെ ഉപവാസവും പ്രാർത്ഥനയും മുഴുവനും അവരുടെ തലമുറ എവിടെയെങ്കിലും ഒരു സുഖജീവിതത്തിലേക്ക്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഗൾഫൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ഞാൻ ഈ ദൈവമക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വരുമ്പോഴാണ് ഞാൻ വരുന്നത് പറഞ്ഞത്. അവർക്കങ്ങ് ഏറ്റവും ടോപ്പായിട്ടുള്ള എന്തെങ്കിലും കിട്ടി. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ദൈവമക്കൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവദാസന്മാർ പഠിപ്പിക്കുന്നുണ്ടോ? ദൈവദാസന്മാർ പോലും പഠിപ്പിക്കുന്നതും അവർ പറയുന്ന പ്രവചനവും വചനവും മാറിപ്പോവുമല്ലേ. അപ്പം ലോകം ദൈവമക്കളുടെ ഇടയ്ക്കുള്ള ട്രെൻഡ് പോലും മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ഒന്നുകൂടെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. എന്തിലൊക്കെയാണ് വളർന്നു വന്നത്? തെസ്സലോനിക്ക സഭയോട് മാത്രമല്ലല്ലോ ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കും. ഇവിടെ എല്ലാം ഒരു കുറവില്ലാത്തവരായി തീർന്നാൽ സഹോദര സ്നേഹത്തിലും ദേശത്തോടുള്ള പ്രവർത്തനത്തിലും ദൈവമക്കളെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരൊറ്റ ഭാരമേ ഉള്ളൂ. ഈ കൊച്ചിയിലെ ആൾക്കാരല്ലേ, നമ്മളായിരിക്കുന്ന സ്ഥലത്തെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടല, ഒരു വ്യക്തി പോലും നരകത്തിൽ പോകല്ല. സാത്താനാണ് ഇങ്ങനെ വിഴുങ്ങുവാൻ കാത്തിരിക്കുക. ഓരോരുത്തരും അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് നമ്മളാണ് ഇവിടുത്തെ പ്രവർത്തകർ. കർത്താവിനെ ഇറങ്ങി വരത്തില്ല. 2000 വർഷം മുമ്പ് വന്നതേ ഉള്ളൂ. സ്തോത്രം. ഇനി കർത്താവ് ഇറങ്ങി വരത്തില്ല. കർത്താവിൻ്റെ ഈ കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഒന്ന് നടത്തിച്ചെടുക്കുവാൻ, വർക്കൗട്ട് ചെയ്യുവാനുള്ള സുവിശേഷകരാണ് ഞാനും നിങ്ങളും. അതറിയാമോ? ആ ഒരു ബോധ്യമുണ്ടോ? ഒത്തിരി കണ്ണുനീരോട് ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? വർഷത്തിൻ്റെ അവസാനമല്ലേ, കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലില്ലേ? നമുക്കൊന്ന് ഹല്ലേലൂയ തീരുമാനത്തോട് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനം ദൈവസന്നിധിയിലും പറയാം. ഹല്ലേലൂയ. വേറെ ഒന്നുമല്ല, കർത്താവിന് വേണ്ടി സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആൾക്കാരെ എൻകറേജ് ചെയ്യുവാനും ദൈവസന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാൻ ആദ്യം നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ആൾക്കാരെ, അല്ലാതെ ഞാൻ സ്ട്രോങ് അല്ല, കുഴിയിരിക്കുന്ന ഒരാളെ ഇങ്ങോട്ട് കയറ്റാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? ഞാനും അവനോട് കുഴിക്കകത്തോട്ട് പോകും. അതുകൊണ്ട് ഞാനൊന്ന് ബലമേറ്റെടുക്കണം. ഇതിൻ്റെ സൈഡായിട്ട് പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ജോലി, ബിസിനസ്, ഭാര്യയുടെ കുടുംബത്തിൻ്റെ വിഷയം, മക്കളുടെ വിഷയം, അപ്പനമ്മയുടെ വിഷയം, സഹോദരങ്ങളുടെ വിഷയം, ദേശത്തുള്ള അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എന്തുവാ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അത്രയും. നമ്മൾ ആഹാരം കഴിക്കുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ടോയ്ലറ്റിൽ പോകുന്നു. അതുപോലെ ആഹാരം കഴിക്കുന്ന നല്ല സാഫ്രോൺ ഞാനിനി ഒരു
1 ഗ്രാം എന്ന് തന്നെ പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമല്ലോ. എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നവർക്കറിയാം. 2000 രൂപയുടെ 1 ഗ്രാം സാഫ്രോൺ ഞാനിനി ഒരു 10 ഗ്രാം എടുത്തങ്ങ് വിഴുങ്ങിയാൽ പോലും അതും എന്തു ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ അതും പോകും. അപ്പം കഴിക്കുന്നതോ ഈ ലോകം തരുന്നതോ ഒന്നും നിലനിൽക്കത്തില്ല. ശമ്പളം കിട്ടും, നിങ്ങൾക്കറിയാമല്ലോ, ശമ്പളം കിട്ടുന്ന ആഴ്ച എവിടെ പോയെന്നറിയത്തില്ല. പിന്നെ 3 ആഴ്ച എങ്ങനെ ഓടുന്നതെന്ന് ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ളതുകൊണ്ട് ചിരിക്കുന്നുണ്ടല്ലേ. ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്കായി സ്തോത്രം. കാര്യം വേറൊന്നുമല്ല, അവർ കുറഞ്ഞ വർഷം ക്രെഡിറ്റ് എടുക്കാതെ ജീവിക്കുമല്ലോ, ഉള്ളതുകൊണ്ട് ജീവിക്കുമല്ലോ. അല്ലല്ലേ? കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവ് നമ്മളെ നടത്തുന്നതിൽ ഒന്ന് സംതൃപ്തിയോടുകൂടി ജീവിക്കുവാനും ദൈവം ഒത്തിരി വിഷയങ്ങൾ ദൈവം നമ്മൾ ഈ ദിവസങ്ങൾ സംസാരിക്കുവാനും അറ്റ്ലീസ്റ്റ് ബി അവൈലബിൾ. ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടുള്ള പറച്ചിൽ അങ്ങ് നിർത്തുക. നമ്മുടെ ആവശ്യം പറഞ്ഞു ഒന്ന് കർത്താവിൽ നിന്നൊന്ന് കേൾക്ക്. സ്തോത്രം. ദൈവം നമ്മളോട് ഇടപെടട്ടെ. ഇടയൻ സംസാരിക്കുന്നുണ്ട്, അത് കേട്ട് മനസ്സിലാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ മേശ